നമസ്കാരം. കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചിട്ടൊന്നുമില്ല. ആ നിലയ്ക്ക് ഇഡിയെ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും CPMന്റെ ശ്രമം. തിരഞ്ഞെടുപ്പ് കാലത്തെ നടപടി എന്നത് ഉയർത്തി കാണിക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ KSIDCയും എക്സാലോജിക് കമ്പനിയും കോടതിയെ സമീപിച്ചു പരാജയപ്പെട്ടതാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതിവേഗ റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടിയിൽ അന്വേഷണത്തിനെത്തുമ്പോൾ ഉയരുന്നതും നിർണായക ചോദ്യങ്ങളാണ്. നിയമപ്രകാരം SFIO പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ സ്വമേധയാ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചോ ഇഡിക്ക് കേസെടുക്കാം. എന്നാൽ മാസപ്പടി കേസിൽ ഇഡി കാത്തിരുന്നു. SFIO അതിവേഗ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിനായിരുന്നു. അതുകൊണ്ട് തന്നെ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേസെടുത്തതെന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അതായത് PMLA നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടിയാണ് എക്സോലോജിക് കമ്പനി ഉൾപ്പെട്ട SFIO കേസിൽ ഇഡി രജിസ്റ്റർ ചെയ്ത ECIR അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിയുടെ ആഭ്യന്തര രേഖയാണ് ECIR. ഇത് കോടതിയിൽ സമർപ്പിക്കേണ്ടതില്ലാത്തതിനാൽ എതിർകക്ഷികൾക്ക് പകർപ്പ് ലഭിക്കില്ല. കേസിലെ പ്രാഥമിക വിവരങ്ങൾ അടങ്ങുന്ന രഹസ്യരേഖയായി സൂക്ഷിക്കുന്നതിനാൽ വിവരാവകാശത്തിന്റെ പരിധിയിലും വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പരമ രഹസ്യമായിരിക്കും. ECIR രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ കള്ളപ്പണ കേസിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കഴിയൂ. ലഭ്യമായ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ECIR രജിസ്റ്റർ ചെയ്താലും വേണ്ടത്ര തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ED അറസ്റ്റിലേക്കും PMLA കേസിലേക്കും കടക്കൂ. മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും വെളിപ്പെടുന്ന ഘട്ടത്തിലാണ് ECIR രജിസ്റ്റർ ചെയ്ത് ഇഡിയും അന്വേഷണം തുടങ്ങുന്നത്. ഒരു കേസിലും ECIR സ്വന്തം നിലയിൽ നിലനിൽക്കില്ല. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത ഒക്കറൻസ് റിപ്പോർട്ടിന്റെയും അതായത് സംഭവ വിവര റിപ്പോർട്ട്, കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇഡി ECIR രജിസ്റ്റർ ചെയ്തത്. മാസപ്പടിയിൽ SFIO റിപ്പോർട്ടാണ് നിർണായകമായത്. 8 മാസം അനുവദിച്ചിരുന്നെങ്കിലും 2 മാസം പോലും തികയും മുമ്പേ SFIO അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ ചൊവ്വാഴ്ച തന്നെ ഇഡി കേസെടുത്തു. ഇതിൽ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടെന്നാണ് സൂചന. സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി വരുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിൽ വീണയ്ക്ക് പണം കൈമാറിയത് സേവനത്തിനാണെന്നുള്ള രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഇതാണ് SFIO അന്വേഷണത്തിന് കളമൊരുക്കിയത്. ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിയമത്തിലെ സെഷൻ 210 പ്രകാരം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം 3 ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചു. തുടരന്വേഷണം വേണമെന്നുമുള്ള ഇവരുടെ ശുപാർശ പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെയുള്ള SFIOയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ജനുവരി 31-ന് ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ 6 അംഗ അന്വേഷണ സംഘത്തെ നിയമിച്ചു. അതിവേഗ പരിശോധനകൾ സംഘം നടത്തി. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകൾ എന്നിവ പരിശോധിച്ച ശേഷം സംഘം കമ്പനികളിലും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ഓഫീസ് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. നന്ദി.